നീലക്കടലിന് നടുവിൽ ചിതറിക്കിടക്കുന്ന മുത്തുകൾ. ടൂറിസ്റ്റുകളുടെ സ്വർഗം. മാലിദ്വീപിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്രമാത്രമാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു രാജ്യം ശ്വാസം മുട്ടുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വെറുമൊരു യാത്രാ വിവരണമല്ല, അതിജീവനത്തിന്റെ പോരാട്ടം നടത്തുന്ന ഒരു ജനതയുടെ കഥയാണ്. ആദ്യത്തെ ഭീഷണി പ്രകൃതിയുടേതാണ്. സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ഉയരമുള്ള ഈ ദ്വീപ് സമൂഹം പതുക്കെ കടലിനടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു, ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഒരുപക്ഷെ ഭൂപടത്തിൽ മാലിദ്വീപ് ഉണ്ടാവില്ല എന്ന്. സ്വന്തം മണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ കഴിയുന്ന ഒരു ജനതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തിരമാലകൾ ഓരോ തവണ കര തൊടുമ്പോഴും അവർ ഭയപ്പെടുന്നത് പ്രകൃതിയുടെ ചുംബനത്തെയല്ല, മറിച്ച് തങ്ങളുടെ അസ്തിത്വം തുടച്ചു നീക്കപ്പെടുമോ എന്നതിനെയാണ്. പ്രകൃതി മാത്രമല്ല, രാഷ്ട്രീയവും അവിടെ കലുഷിതമാണ്. ഇന്ത്യയുമായി പതിറ്റാണ്ടുകളായുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന് ഇന്ന് വിള്ളലുകൾ വീണിരിക്കുന്നു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകളും രാഷ്ട്രീയ മാറ്റങ്ങളും ഒരു നയതന്ത്ര യുദ്ധത്തിന് വഴിമാറുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാർക്കാണ്. ഒരു വശത്ത് ടൂറിസത്തെ മാത്രം വിശ്വസിച്ചു കഴിയുന്ന സാമ്പത്തിക വ്യവസ്ഥ, മറുവശത്ത് വൻ ശക്തികളുടെ രാഷ്ട്രീയ കളികൾക്കിടയിൽ പെട്ടുപോകുന്ന കുഞ്ഞു രാജ്യം. ഈ അധികാര വടംവലികൾക്കിടയിൽ ആരുടെ താൽപര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇവിടെയാണ് നമ്മൾ മലയാളികളുടെ പങ്ക് വരുന്നത്. ഏതാണ്ട് 30,000-നടുത്ത് ഇന്ത്യക്കാർ മാലിദ്വീപിലുണ്ടെന്നാണ് കണക്ക്. അതിൽ ഭൂരിഭാഗവും മലയാളികൾ. അവിടുത്തെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസത്തിലും നമ്മുടെ അധ്വാനമുണ്ട്. മാലിദ്വീപിലെ ഓരോ രാഷ്ട്രീയ ചലനവും കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിലെ അടുക്കളയെ കൂടിയാണ് ബാധിക്കുന്നത്. പ്രവാസി മലയാളികളുടെ സുരക്ഷിതത്വം ഇന്ന് ചോദ്യചിഹ്നമാവുകയാണ്. അവർ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങൾ കടൽ വെള്ളം പോലെ ഉപ്പായി പോകുമോ എന്ന ആശങ്കയിലാണ് പലരും.